ഹലോ. രാവിലെ തന്നെ ഇതൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് കരുതിയേ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നിന്നാണ് അധികം കാപ്പിയൊക്കെ കുടിക്കാറ്. ഉം. ഇവിടെ ഇരുന്നിട്ട് ഈ പുറത്തത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴം വാട്ടിയതാണ്. പഴം ഇങ്ങനെ നെയ്യിലിട്ടിട്ട് വാട്ടൂലേ, അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കറുത്ത് പോയിട്ടുള്ള പഴങ്ങളാണ്, അപ്പോൾ വെറുതെ ഇനി കുറച്ചും കൂടി വെച്ചുകൊണ്ടിരുന്നാൽ വടക്കായി പോവും. അതുകൊണ്ട് ഞാൻ കരുതി രാവിലെ തന്നെ ഇത് ഇങ്ങനെ കഴിക്കാമെന്ന്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പഴം വാട്ടിയിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ്, ചൂടോടെ കഴിക്കുന്നത് ഇഷ്ടമാണ്. പഴം വാട്ടി കഴിഞ്ഞിട്ട് പിന്നെ മോൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിരുന്നേ. നമ്മളതിൻ്റെ ഇടയിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഞാൻ വെച്ചതാണേ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഈ കഴുകിക്കൊണ്ടിരിക്കുന്നത്. പാത്രം കൂടി കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഞാനിതാ പാത്രങ്ങൾ കഴുകുകയാണ് വേഗത്തിൽ തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്ത് പോകുന്നത് മോൻ ഇന്ന് സ്കൂൾ ലാസ്റ്റ് ഡേ ആണ്, അപ്പം മോനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പരീക്ഷയാണ് ഇന്ന്, അപ്പോൾ 12 മണിയാകുമ്പം ക്ലാസ് കഴിയും, അപ്പോഴത്തേക്കും പോയി കൂട്ടണം. അപ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ് ഇത്. ഇതിലൂടെ പോകുമ്പോൾ മോളെപ്പം പറയും പപ്പ ഇവിടെ പോകണം. അപ്പോൾ അധികം ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇന്ന് 11:30 ആകുമ്പോഴത്തേക്ക് എത്തിയായിരുന്നു അവിടെ. അപ്പം സമയം ഉണ്ട്, ഇനി 12 മണിക്കേ സ്കൂൾ കഴിയുള്ളൂ. അതുകൊണ്ട് മോളെ കൊണ്ട് കുറച്ച് കളിപ്പിക്കാമെന്ന് കരുതി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുന്ന് കളിക്കുന്നത്. ഒരു ദിവസം മൊത്തം ഈ പാർക്കിൽ വിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് സന്തോഷമാണ് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. കളിച്ചാലും മതിയാവില്ല, അങ്ങനെയാണ്. പിന്നീട് ഇതാ മോനെ കൂട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്ന് മോന് കളർ ഡ്രസ്സാണ്, ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മക്കളെല്ലാം എൻ്റെ വീട്ടിലാണ് ആക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് വാങ്ങിച്ചിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോവുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണേ. അപ്പോൾ ടാറ്റ ബൈ, സീ യു.